പ്രതീക്ഷിച്ച പോലെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഈസ് സൂപ്പർ. ഡസ്റ്റിൻ ഡാനിയൽ ക്രിറ്റൻ നമ്മുടെ ഷാങ്ചിയുടെ ഡയറക്ടറാണ്. ഹി ജസ്റ്റ് മെയ്ഡ് എ ബ്രാൻഡ് ന്യൂ സ്പൈഡർമാൻ മൂവി. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന നമ്മൾക്ക് റിപ്പീറ്റ് അടിച്ച സാധനങ്ങളല്ല. നമ്മൾ ഓൾറെഡി 3 പടങ്ങൾ ടോം ഹോളണ്ടിൻ്റെ തന്നെ കണ്ടു. ഇതിനു മുമ്പ് പല അപ്പിയറൻസ് ഉണ്ട്. സിവിൽ വാറിലും ഇൻഫിനിറ്റി വാറിലും എൻ ഗെയിമിലൊക്കെ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു 4ാമത്തെ പടമാണ്. സോ ഈ കണ്ട സാധനം തന്നെയാണോ കാണാൻ പോകുന്നത് എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു സിനിമയുടെ ഒരു തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷേ സിനിമ തുടങ്ങിയൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പരിപാടി മനസ്സിലാവും. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു നോർമൽ ജസ്റ്റ് ഒരു റാൻഡം കുറേ സൂപ്പർ വില്ലൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു സൂപ്പർമാൻ പടം എന്നല്ല. ഹി ഹിംസെൽഫ് ഈസ് ദ പ്രോബ്ലം. ആളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിലുള്ള കുറേ അതാണ് ഈ ഒരു പടത്തിൻ്റെ മെയിൻ മോട്ടീവ്. സോ ഈ ഒരു പടത്തിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതാണ്. കഴിഞ്ഞ പടത്തിൽ കംപ്ലീറ്റ്ലി ആ ഒരു ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ട പീറ്റർ പാർക്കർ താൻ ആരാണ് പീറ്റർ പാർക്കർ, ആരാണ് സ്പൈഡർമാൻ എന്നുള്ളതിന് രണ്ടിൻ്റെ ഒരു പ്രോപ്പർ ബാലൻസ് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു പടത്തിൻ്റെ മെയിൻ ത്രെഡ് തന്നെ. അത് നല്ല ഗംഭീരമായിട്ട് ഈ ഒരു പടത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു ആർക്ക് കംപ്ലീറ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ആവും പടം കാണുമ്പോൾ. ജസ്റ്റ് ഒരു റാൻഡം സൂപ്പർ ഹീറോ മൂവി കണ്ടിറങ്ങി വരുന്നൊരു ഫീലല്ല. ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു എല്ലാ സ്പൈഡർമാൻ പടങ്ങളിലുണ്ടാവുന്ന ഒരു ടെംപ്ലേറ്റ് പരിപാടികളുണ്ട്. അതൊക്കെ പൊളിച്ചടുക്കിയിട്ടാണ് ഈ ഒരു പടം മുഴുവൻ എഴുതിയിട്ടുള്ളത്, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, മുഴുവൻ മേക്ക് ചെയ്തിട്ടുള്ളതും. നല്ല രസമുണ്ടാവും അതുകൊണ്ട് തന്നെ. കാരണം അതാ ഞാൻ പറയുന്നത്, ഒരു നോർമൽ നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഒരു സ്പൈഡർമാൻ പടം അല്ലെങ്കിൽ ഇപ്പം കുറേ ആയാലും നമ്മളിപ്പോൾ സ്പൈഡർമാനെ കാണും, അങ്ങനത്തെ ഒരു സാധനം പ്രതീക്ഷിച്ചാണ് പോകുന്നതെങ്കിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേക്ക് ആയിരിക്കും. ആൻഡ് ഇതിൽ ആക്ഷൻ മാത്രം പ്രതീക്ഷിച്ച് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ആക്ഷൻ ബ്ലോക്കുകൾ വളരെ ലിമിറ്റഡ് ആണ്. ആവശ്യത്തിനുള്ളത് മാത്രമേ സിനിമയിലുള്ളൂ. നമ്മളിപ്പോൾ ട്രെയിലറിൽ കണ്ട ഒട്ടുമിക്ക സീനുകൾ അത് തന്നെയാണ് ഇതിൽ ആക്ഷനുള്ളൂ. പക്ഷേ ആക്ഷൻ അല്ല ഈ സിനിമയുടെ മെയിൻ ഉദ്ദേശം. ആക്ഷനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ അവസാനം പറയാം. പക്ഷേ ഈ സിനിമയുടെ മെയിൻ ഉദ്ദേശം ആ ഒരു ഹ്യൂമൻ ഇമോഷൻസും ഇമോഷണൽ കോറൊക്കെ തന്നെയാണ്. ഭയങ്കര കമ്പയർഡ് ടു ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മറ്റ് ടോം ഹോളണ്ടിൻ്റെ മറ്റ് സ്പൈഡർമാൻ മൂവീസിൽ വെച്ച് ഏറ്റവും അധികം ഇമോഷണലി ഒന്ന് ഹുക്കാവുന്നതും ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നു ഈ ഒരു പടത്തിലാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങേരുടെ നോവേ ഹോം ഉൾപ്പെടെ മറ്റ് 3 പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് കുറേ കൂടി ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വരുന്ന പോലെ ഒരു ഫീൽ. മറ്റത് ഉണ്ട്, ജസ്റ്റ് ഒരു കയ്യകലത്ത് എന്ന പോലെ ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യും. ഇതുവരെ ഇല്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കമ്പയർ ടു ഹോം കമ്മിങ് മുതൽ ഫാർ ഫ്രം ഹോമും നോവേ ഹോമും ഉൾപ്പെടെയുള്ള. ഇപ്പോൾ നോവേ ഹോമൊക്കെ ആണെങ്കിൽ അതിലെ ക്യാമിയോസ് ആണ് സിനിമയുടെ ഹൈലൈറ്റ്, അല്ലാണ്ട് ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് മാത്രമല്ല. ഇവിടെയും കുറേ സൂപ്പർ വില്ലൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ സൂപ്പർ വില്ലൻസ് ഒക്കെ ആളെ ഡിഫീറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഒരു ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരു ജേണിയാണ്. എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതായത് ഞാൻ പറയില്ലേ, നമ്മൾ സ്ഥിരം കണ്ട സാധനം തന്നെ കാണാനാണെങ്കിൽ നമുക്ക് വലിയ പുതിയതായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഇതിൽ ആ ഒരു ഇമോഷണൽ കോറാണ് സിനിമയുടെ ഒരു മെയിൻ തീമായിട്ട് വെച്ചിട്ടുള്ളത്. കൊണ്ട് തന്നെ ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോഴേക്കും നമുക്കൊരു ആ ക്യാരക്ടറിന് ഒരു ഡെഫിനിഷൻ, ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് മേക്കിംഗ് ആയിക്കോട്ടെ, ആക്ഷൻ ബ്ലോക്കുകളൊക്കെ പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. മറ്റേ സ്പൈഡർമാൻ്റെ ഗെയിംസ് കളിച്ചിട്ടുള്ളവർ, പ്രത്യേകിച്ച് മാർവലസ് ഗെയിംസ്, മറ്റേ പഴയ സ്പൈഡർമാനല്ല ഞാൻ പറയുന്നത്, പ്ലേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. സ്പൈഡർമാൻ 1ഉം സ്പൈഡർമാൻ 2ഉം മൈൽസ് മൊറാൽസും അതിലൊക്കെ നമ്മൾ കാണുന്ന മറ്റേ ഈ സ്പൈഡി ട്രാക്കറും അതിൻ്റെ കുറേ റെഫറൻസുകളുണ്ട്. അതായത് അതിലെ ടൈപ്പ് ഓഫ് വെബ് സ്വിങ്ങിങ്ങും അതിലെ ടൈപ്പ് ഓഫ് ഫിനിഷിങ് മൂവ്സും ഒക്കെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിലൊരു സാധനമൊക്കെ ഉണ്ട്. അത് ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാനൊന്നും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ സ്പൈഡർമാൻ ഗെയിംസ് കളിച്ചിട്ടുള്ളവർക്ക് ഇതതന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഈസ്റ്റർ എഗ്സും കുറേ റെഫറൻസുകളും അവർ ആ ഗെയിമിൽ നിന്ന് കൊടുത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആക്ഷൻ ബ്ലോക്ക് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെയും ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കുറേ ക്യാമറ മൂവ്മെൻറ്റ്സും ക്യാമറ ആംഗിളുകളും, അതായത് സ്പൈഡർമാൻ പടങ്ങൾ കുറേ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഞാനൊക്കെ നമ്മളിപ്പോൾ എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർ. നമ്മൾ ആ ഒരു ചെറുപ്പം ടീനേജറും അല്ല, നമ്മൾ ആ ഒരു ചൈൽഡ് ആയിട്ടിരുന്ന കണ്ട ആൾക്കാർ ഇപ്പോൾ അഡൾട്ട് എത്തി. എനിക്ക് ഓർമ്മയില്ല എത്ര വയസ്സിലാണ്. എൻ്റെ ഓർമ്മയിൽ 2004 2002 പഴയ സ്പൈഡർമാൻ പടം. ഇത് 2026. ആലോചിച്ചൊക്കെ 20 വർഷം 26 വർഷം ഒരു ഗ്യാപ്പുണ്ട്. സോ ഇത്രയും കണ്ടുവരുന്ന ആൾക്കാർക്ക് ആ കണ്ട സാധനമല്ല അവർ ഡെലിവർ ചെയ്യുന്നത്. പല ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില ക്യാമറ മൂവ്സും ക്യാമറ ആംഗിൾസുകളും മാറ്റിയിട്ട് നമ്മൾ ഈ കണ്ടതിൻ്റെ തന്നെ വേറെ പെർസ്പെക്റ്റീവ് ഒക്കെ നമുക്ക് കാണിച്ചു തരും. ഈവൻ ഈ സ്പൈഡർമാൻ സ്വിങ് ചെയ്യുന്നതിലൂടെയും ഇപ്പോൾ നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാം, മറ്റേ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ഒരു സീക്വൻസ്. ഇതിൽ ഇനീഷ്യലി കാണിക്കുന്ന ചില സീക്വൻസുകളൊക്കെ നമുക്ക് ഈ ചിലവർക്ക് ഹൈറ്റ് പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സ്പൈഡർമാൻ സിനിമകൾ കാണുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ ഇതിലത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഡെപ്ത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്വിങ് ചെയ്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സഡനായിട്ട് വീഴുന്ന സമയത്തൊക്കെ തന്നെ അവർ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഹൈറ്റുള്ള സ്ഥലത്തുനിന്ന് താഴോട്ടൊന്ന് വീഴുന്ന ജസ്റ്റ് ചെറിയ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ, പക്ഷേ വീഴുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റും ആ ഒരു ഹൈറ്റും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്
നല്ല മേക്കിങ്ങിൻ്റെ മികവാണ്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നും മറ്റ് സിനിമകളിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈഡർമാൻ്റെ ഗെയിംസ് കളിക്കുമ്പോൾ എനിക്കിത് ഫീൽ ചെയ്യാറുണ്ട്. സ്പൈഡർമാൻ 2 ഒക്കെ കളിക്കുമ്പോൾ 2ഉം 1ഉം അല്ല, 1 പൊളി സാധനം. 2ൽ മറ്റേ വെനൊക്കെ വരുന്ന സെറ്റപ്പ്. ഇതിൽ സ്വിങ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ സ്വിങ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ഹൈറ്റിൽ പോയിട്ട് നമ്മൾ വിടുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് വീണാലൊന്നും പറ്റില്ല, മറ്റേ പൂച്ചേനെ പോലെയാണ്, കറക്റ്റായിട്ട് ആൾ ലാൻഡൊക്കെ ചെയ്യും. പക്ഷേ ഒരു 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 ഫോഴ്സ് ഇവർ കൊണ്ടുവരും, ഒരു ഇമ്പാക്റ്റ് ഇവർ കൊണ്ടുവരും. മറ്റേ ഒരു എയറൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മൾ കൈവിട്ട് നമ്മൾ വീഴുന്ന പോലെ ഒരു ഫീല് ഒരു ഗെയിം കളിക്കുമ്പോൾ കൊണ്ടുവരാറുണ്ട്. ആ സാധനം ഈ പടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ പടത്തിൽ ചില സമയത്ത് ഇങ്ങനെ ഈ സ്വിങ് ചെയ്ത് വീഴുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ല, അത് എടുത്ത് പറയേണ്ട ആ സാധനം തന്നെയാണ് ആ സ്വിങ്ങിങ്ങിൻ്റെ സംഭവം. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ഫാൻസിനൊക്കെ പ്രത്യേകിച്ച് ഗെയിം കളിച്ചുള്ളവർക്കൊക്കെ ഒരു 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 ട്രീറ്റ് തന്നെയാണ്. കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ദെൻ ക്യാരക്ടേഴ്സിനും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് മറ്റേ അറിയാലോ ഇമോഷണൽ കോർ തന്നെയാണ്. ഇപ്പോൾ ചറ പറയാവുന്ന കുറേ ക്യാരക്ടേഴ്സിനെ വെക്കാതെ പ്രോപ്പറായിട്ട് ഈ ഒരു ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന കുറേ MJയും നെഡും അവരൊക്കെ തന്നെ വെച്ചുകൊണ്ട് നല്ല ഇമോഷണലി കണക്റ്റ് ആവുന്ന സ്റ്റോറി ലൈനും കൊണ്ടുപോയി നല്ല എൻഗേജിങ് ആയിട്ടുള്ള കുറേ ആക്ഷൻ ബ്ലോക്കുകളൊക്കെ വെച്ച് ഒരു പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് മൂവിയാണ്. നല്ല പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് ആർക്കാണ് ഈ ഒരു പടത്തിൽ. വലിയൊരു വില്ലൻ ക്യാരക്ടർ വരുന്നുണ്ട്. ഇതിൻ്റെ ട്രെയിലർ പോലെ അത് നമുക്ക് റിവീൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനീ പറഞ്ഞ പോലെ ആക്ഷൻ ബ്ലോക്കുകൾ നമ്മളിപ്പോൾ അതിൽ കാണുന്ന, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ പോലെ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് കാണേണ്ട കുറേ വില്ലൻ ക്യാരക്ടേഴ്സിന് ഇപ്പം ഹാൻഡ് ആരാന്നും നമ്മുടെ ഈ ടറാൻഡോളയും ബൂമറാങ്ങും ഹോം സ്റ്റോണും സ്കോർപ്പിയോണും ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇത് പടത്തിൽ ഫുള്ളായിട്ട് കാണിക്കും. ഇതൊക്കെ മിനി വില്ലൻസാണ്. നമ്മളിപ്പോൾ ഗെയിംസിലൊക്കെ കാണുന്ന പോലെ കുറേ വില്ലൻസാണ്. ഇതൊക്കെ അതായത് ട്രെയിലറിൽ കാണിച്ച ഒട്ടുമിക്ക സീനുകൾ സിനിമയുടെ ഒരു ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഇവർക്ക് തീർക്കും. എന്നിട്ടാണ് സിനിമ ഇവർക്ക് കഥയിലേക്ക് കിടക്കുക. സോ അതുകൊണ്ട് ആക്ഷൻ ബ്ലോക്കുകൾ പ്രതീക്ഷിച്ച് മാത്രം ഈ സിനിമ കാണരുത്. ഒരു കോർ ഇമോഷണൽ ലെയറിൽ കൂടെ പോകുന്ന ഒരു വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്പൈഡർമാൻ മൂവി. ആൻഡ് ഓൾസോ പറയാൻ വിട്ടുപോയത് മറ്റേ മെയിൻ 2 ക്യാരക്ടേഴ്സ്, ഒന്ന് നമ്മുടെ ബ്രൂസ് ബൈനറും ഹൾക്കും പണിഷറും. ഇപ്പോൾ ഹൾക്കിൻ്റെ ആ ഒരു സീനായിരുന്നു ഈ ഒരു പടത്തിലെ ഹൈലൈറ്റ്. മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം. അതായത് നമ്മൾ പണ്ട് കണ്ടുവിട്ടൊരു സാധനം നമുക്ക് തിരിച്ച് കിട്ടുമ്പോൾ അത് നമ്മൾ കുറേ കാലമായിട്ട് ഈ ഒരു ക്യാരക്ടറെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. എൻ ഗെയിമിലായിക്കോട്ടെ ഇൻഫിനിറ്റി വാറിലായിക്കോട്ടെ അതിന് മുമ്പ് നമ്മൾ മിസ്സായി പോയിട്ടൊരു സാധനമുണ്ട്. അത് തിരിച്ച് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരുന്നു. ഫാൻ ഷോ തന്നെ അതിനെ കാണണമായിരുന്നു. അമ്മാതിരി കിടിലൻ സീനായിരുന്നു അത്. ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നൊരു സാധനം തന്നെയാണ് ഹൾക്കിൻ്റെ സീൻ. ദെൻ പണിഷർ എന്നുള്ളൊരു ക്യാരക്ടറിനും പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് പണിഷർ 1 ലാസ്റ്റ് സ്കില്ലൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട്. അവിടെ നിന്നാണ് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ പുള്ള് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ TV സീരീസുകൾ കാണാത്തവർക്ക് പോലും ഈ ഒരു ക്യാരക്ടറിനെ പെട്ടെന്ന് നമുക്ക് പരിചയപ്പെടുന്ന രീതിയിലും ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ചെറുതായിട്ടൊരു മൈന്യൂട്ടായിട്ടുള്ള റെഫറൻസുകളൊക്കെ വെച്ച് പറഞ്ഞു പോകാനും മിനിമൽ ടൈം കൊണ്ട് ഈ ഒരു പടത്തിൽ പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിനെയും നല്ല അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. പണിഷർ വാസ് ഗുഡ്. പണിഷറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനും ഇതിൽ നമ്മളിപ്പോൾ കോമിക്സിലൊക്കെ കാണുന്ന പോലെ, നമ്മളിപ്പോൾ ഡെഡ്പൂൾ സ്പൈഡർമാൻ എന്ന് പറയുന്ന പോലെ ഈ പണിഷർ ആൻഡ് സ്പൈഡർമാൻ ആ കോംബോ പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. ലാങ്കാസിൽ ഈ ഒരു യൂണിവേഴ്സിൽ ഇങ്ങനെ സെറ്റായിട്ട് ചില നേരത്ത് ഉള്ള പറയുന്നില്ല, അത് ഞാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അത് കുറേ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഇതിൽ എൻ ക്രെഡിറ്റോ അല്ലെങ്കിൽ മിഡ് ക്രെഡിറ്റോ സീനുകളൊന്നുമില്ല, ഒറ്റ പോസ്റ്റ് ക്രെഡിറ്റോ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ അവസാനം ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇതിൻ്റെ ഒരു എൻഡിങ്ങിനെ ബേസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് നോട്ട് എ യൂഷ്വൽ ടിപ്പിക്കൽ സൂപ്പർ ഹീറോ ഫ്ലിക്ക്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന എപ്പോഴും നമ്മൾ മടുത്ത സാധനമല്ല. ഇറ്റ്സ് എ ബ്രാൻഡ് ന്യൂ അമേസിങ് സ്പൈഡർമാൻ മൂവി. അടിപൊളി സാധനമാണ്, കണ്ടു നോക്കി. ഇതിൽ അനാവശ്യ ക്യാമിയോസോ അല്ലെങ്കിൽ അനാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഓവർ എക്സൈറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇറ്റ്സ് നോട്ട് ആൻ അവഞ്ചർ മൂവി, നമുക്കതറിയും. ഇറ്റ്സ് എ പ്രോപ്പർ സ്പൈഡർമാൻ മൂവി. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ ഒരു ക്യാരക്ടർ എവിടെയാണ് ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു പ്രോപ്പർ സ്പൈഡർമാൻ മൂവിയാണ്. പ്രത്യേകം എടുത്ത് പറയാൻ തോന്നുന്നത് മാർവൽ ഫാൻസാണ് ഈ ഒരു കേരളത്തിൽ ഫുള്ള് ഈ ഫാൻ ഷോ ഇന്നത്തെ ഫസ്റ്റ് 6 മണിയുടെ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. വെൽ കണ്ടക്റ്റഡ്, വെൽ ഓർഗനൈസ്ഡ്. ഞാനിപ്പോൾ പാലക്കാടുള്ള കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം തന്നെ ഇതിൽ തന്നെ അടിപൊളിയായിട്ടായിരിക്കും പരിപാടി നടത്തുന്നത്. ആൻഡ് ക്രൗഡ് വാസ് സൂപ്പർ, ഒന്നും പറയാനില്ല. സോ ഇനിയിപ്പോൾ നമുക്ക് അവഞ്ചേഴ്സിൻ്റെ എൻ ഗെയിമിൻ്റെ എൻകോർ വരാനുണ്ട്. കുറച്ചും കൂടി റീമാസ്റ്റർ, ഇതിൽ കുറച്ച് അഡീഷണൽ ഒരു 7 മിനിറ്റൊക്കെ ഉള്ള ഒരു വെർഷനൊക്കെ വരുന്നുണ്ട് ഇതിന് മുമ്പായിട്ട്, മറ്റേ ഡൂംസ്റ്റേക്ക് മുന്നോടിയായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി ജമ്പ് ചെയ്യുന്നത് ഡൂംസ്റ്റേയിലേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ ഒരു ബ്രാൻഡ് ന്യൂ സ്പൈഡർമാൻ മൂവിയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നതെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടം തന്നെയായിരിക്കും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടുപോകുക. കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.